ഈ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലേ, സിനിമയ്ക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ദേ രാവിലെ കടയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു, കടയൊക്കെ അടച്ച് ദേ ഉച്ചയായപ്പോൾ നമ്മൾ സിനിമയ്ക്ക് പോവാണ്. ദേ നമ്മുടെ വടക്കുന്നാഥൻ ക്ഷേത്രം കേട്ടോ. തൃശ്ശൂർക്കാർക്കൊക്കെ പരിചിതമാണെങ്കിലും ബാക്കിയുള്ളവർക്ക് ഇത് ഇടയ്ക്കല്ലേ കാണുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ രണ്ട് അമ്മമാരും ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. അങ്ങനെ പാറു, അച്ചു, ശ്രീജേട്ടനും ഞാനും ഒക്കെ ഉണ്ട്. രാവിലെ കട തുറന്ന് 11 മണിയാകുമ്പോൾ കട അടച്ചിട്ടാണ് നമ്മൾ പോകുന്നത് തൃശ്ശൂർ രാഗം തിയേറ്ററിലേക്കാണ് കേട്ടോ. ഇന്ന് കാണാൻ പോകുന്നത് ബബ്ബയാണ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു സിനിമയൊക്കെ കാണാനുള്ള ആവേശത്തിൽ ഞങ്ങൾ തൃശ്ശൂർ രാഗത്തിലെത്തി. അവിടെ നല്ല ഭംഗിയിൽ ക്രിസ്മസിന്റെ ഡെക്കറേഷനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് നേരം ടിക്കറ്റ് എടുക്കാന്ന് വെച്ചാൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്ന് അവിടുത്തെ ഭംഗിയൊക്കെ കണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ, ശ്രീജേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കയറി മുകളിലേക്ക് പോവാണ്. രാഗം തിയേറ്റർ എപ്പോഴും കാണാനൊരു ഭംഗിയാണ് അല്ലേ. കാണാൻ മാത്രമല്ല കേട്ടോ, അതിൻ്റെ ആ കർട്ടൻ പൊങ്ങുന്ന ആ സമയത്തുള്ള ഒരു വൈബൊക്കെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ നമ്മൾ കയറി കുറേ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ കണ്ടു കേട്ടോ. അങ്ങനെ ദിലീപിന്റെ കുറേ നാളുകൾക്ക് ശേഷം ഒരു പടം കാണാമല്ലോ എന്നുള്ള ത്രില്ലിലാണ് നമ്മൾ പോകുന്നത്. അതാണ് രാഗം തിയേറ്ററിൻ്റെ ഉള്ളിൽ കണ്ടോ, എന്തായാലും ഒരു വൈബാണ് അല്ലേ. അങ്ങനെ എല്ലാവരും കയറി ഇരുന്നു കേട്ടോ. കയറി ഇരുന്നപ്പോഴേക്കും അച്ചുമോനും പാറമോൾക്കൊക്കെ എന്തെങ്കിലും കഴിക്കാൻ വേണം. അങ്ങനെ പോപ്കോൺ മേടിക്കാൻ പോയതാണ് ഗൈസ്. ഈ അച്ചുമോൻ പറഞ്ഞിട്ട് ഞാൻ 3 കാരമൽ പോപ്കോൺ ആണ് മേടിച്ചത് കേട്ടോ. പക്ഷെ കുറച്ച് കഴിച്ചപ്പോഴേക്കും ഭയങ്കര മധുരം. അങ്ങനെ 2 കയ്യിലും പിടിച്ച് എനിക്ക് ശ്രീജേട്ടനോട് പറഞ്ഞ് കുറച്ച് എടുത്തോളാം കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ വായിൽ വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം കടിച്ചെടുത്തു ഗൈസ്. വായിലേക്ക് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ശ്രീജേട്ടനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ശ്രീജേട്ടൻ അതെടുത്ത് കഴിക്കുന്നു. അതാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്രഷൻ ഇടുന്നത് കേട്ടോ. രാഗം തിയേറ്ററിന്റെ കട്ടം പോകുമ്പോൾ ആ ഒരു സീനാണ് നിങ്ങൾ കാണിച്ചു തന്നെ കേട്ടോ. അങ്ങനെ പടമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇന്റർവെല്ലിന് പോയിട്ട് നമ്മൾ പോപ്കോൺ ചീസിന്റെയും വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പടം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ശ്രീജേട്ടൻ്റെ മുഖം വലിയ തെളിച്ചൊന്നുമില്ല. എന്താണെന്ന് പറയുക, പടം ഇഷ്ടമായില്ല ഗൈസ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എനിക്കും വലിയ എന്താ പറയുക, ദിലീപിന്റെ സാധാരണ പടം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ കുറേ എക്സ്പെക്ട് ചെയ്യും. എനിക്ക് കുറേ ചിരിക്കാനുള്ള പടങ്ങളാണ് ഇഷ്ടം കേട്ടോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്രയും എനിക്ക് അത്ര കണ്ട് ഇഷ്ടമായില്ല. പലർക്കും പല അഭിപ്രായമായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനൊന്നും നിന്നില്ല. കാരണം 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒരു ചായ സർബത്തൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് അമ്മേനെ അവിടെ ഇറക്കി വീണ്ടും ഞാൻ കടയിൽ ഗൈസ്. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായ കഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. കടയിൽ വന്ന് പട്ടിപ്പണിയാണ് ഗൈസ്.